ഈ വർഷം ചക്കയുടെയൊക്കെ കാര്യത്തിലൊരു തീരുമാനമാണ് കേട്ടോ. കാരണം കുറേ എണ്ണം ഞാൻ വറുത്തു, പക്ഷേ ഇനി ഒത്തിരി കിടപ്പുണ്ടേ. അപ്പോൾ അതിലൊരു ചക്ക പഴുത്തു. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കളയത്തില്ലായിരുന്നു, എല്ലാ ദിവസവും ഓരോന്നോരോന്ന് പറിച്ച് വറുത്തുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പോൾ ഒരെണ്ണം പഴുത്തപ്പം കൊച്ചിനൊന്ന് വഴറ്റി കൊടുക്കാവുന്നതുകൊണ്ട് നേരെ ഒരെണ്ണം പറിച്ച് വരട്ടാൻ പോവാണേ. ചക്ക അലുവ എന്നൊക്കെ പറയും, ചക്ക വരട്ടിയതെന്നൊക്കെ പറയും. പക്ഷേ ഇത് ഭയങ്കര പണിയാണ് കേട്ടോ. ഇത് അടത്തിപ്പറുക്കുക, ഇതിൻ്റെ ചകണി ചക്കക്കുരുവും കളഞ്ഞ് വീണ്ടും റെഡിയാക്കി എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഭയങ്കര പണിയാണ് കേട്ടോ. പിന്നെ ഒരു മൂള് വന്നപ്പം അങ്ങ് ചെയ്തേക്കാവുന്നതുകൊണ്ട് നേരെ ചെയ്യാൻ ഇറങ്ങിയതാണ്. ചക്കയൊക്കെ പറിച്ച് ചക്കക്കുരുവും ചകണിയെല്ലാം മാറ്റി എടുക്കുവാണ്. എന്നിട്ട് പിന്നെ മിക്സിക്കകത്തൊന്ന് അടിച്ചിട്ടാണ് ഞാൻ വഴറ്റാൻ വേണ്ടി ഇടുന്നത്. അന്നേരം നമുക്ക് വഴന്ന് കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ചക്ക വഴറ്റാനൊക്കെ തുടങ്ങി കേട്ടോ. അമ്മയാണെങ്കിൽ വിറകടുപ്പിലൊക്കെ വെച്ച് 2-3 ദിവസം കൊണ്ടൊക്കെ വഴറ്റിയെടുക്കുമായിരുന്നു. അത് പ്രത്യേക ടേസ്റ്റായിരുന്നു. നമ്മളുണ്ടാക്കി അത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. കുറച്ച് ശർക്കര പൊടിയൊക്കെ ഇട്ട്, ചിലർ ഇങ്ങനെ ശർക്കര പാനി ഒഴിക്കണമെന്ന് പറയും. പക്ഷേ ഇത് പൊടി ആയതുകൊണ്ട് ഞാൻ പാനി ഉണ്ടാക്കിയില്ല കേട്ടോ. ആ പൊടി അതിൻ്റെ അകത്തിട്ട് ഇളക്കി എടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ വരട്ടി കുറേ സമയം എടുത്തിട്ട് 3-4 മണിക്കൂറോളം ഞാൻ വരട്ടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നാളത്തേക്കുള്ള അപ്പത്തിനുള്ള മാവുമൊക്കെ ഒന്ന് അരയ്ക്കാൻ പോയേ. അല്ലെ പിന്നെ അത് മറന്നു പോകുമല്ലോ, നാളെ രാവിലത്തേക്കുള്ളത് പിന്നെ ചീറ്റിപ്പോവും. പിന്നെ അങ്ങനെ വരട്ടി നല്ല കളറൊക്കെ മാറി നെയ്യൊക്കെ ചേർത്ത് ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്നാലും ഇതിൻ്റെ അകത്ത് കോൺഫ്ലവർ ഒഴിക്കുന്നത് നല്ലതാണെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഈ അലുവ ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് നല്ലപോലെ മുറിഞ്ഞ് കൊട്ടാനും ഇച്ചിരി കട്ടിയായിട്ടിരിക്കാനും. അങ്ങനെ കുറച്ച് കോൺഫ്ലവർ കൂടെ ഞാൻ കലക്കി ഒഴിച്ച് അതിൻ്റെ ഇടയ്ക്ക് കൊച്ചു വന്ന് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവൾക്ക് ഇതിൻ്റെ മണം കെട്ടിട്ട് ഓടി വന്നതാണ്. അങ്ങനെ ഇന്നത്തെ പരിപാടി ചക്ക അലുവ ഉണ്ടാക്കലായിരുന്നേ, ചക്ക വരട്ടിയത്. അങ്ങനെ ചക്ക വരട്ടിയത് റെഡിയായി, ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു.